നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വടക് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ അറിയാമോ? വീട്ടിൽ സാധാരണ കടയിൽ നിന്ന് മേടിക്കലാണല്ലോ പതിവ്. അപ്പം ഞങ്ങൾ ഇന്നത് വീട്ടിൽ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. ഇത് ചുണ്ടങ്ങയാണ് കേട്ടോ സാധനം. അത് മമ്മി ഓരോന്നായിട്ട് പൊട്ടിച്ച് വെള്ളത്തിലിട്ട് അതിൻ്റെ കറയെല്ലാം കളഞ്ഞിട്ട് പൊട്ടിച്ച് വെള്ളത്തിലേക്ക് ഇടുന്നതാണ് കാണുന്നത് കേട്ടോ. ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചേട്ടൻ്റെ മോളെ അല്ലിയും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പൊട്ടിച്ചത് പാത്രത്തിലോട്ട് ആക്കുക. അതിനുശേഷം അതിനെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ലേശം വെള്ളവും ഒഴിച്ച് ആവിയിൽ വേവിക്കാൻ വേണ്ടി വെക്കുക കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഏകദേശം ആ ഒരു വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തിരികെ എടുത്ത് വാങ്ങി വെക്കാം കേട്ടോ. ഇതാ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും അത് മാറ്റി വെക്കാം. ഏകദേശം കളർ കാര്യങ്ങളെല്ലാം കണ്ടല്ലോ. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിയില്ലേ, നമ്മുടെ സാധാരണ ചോറ് വെക്കുന്ന അരിയില്ലേ, ആ അരി ഒന്ന് വറുത്തെടുക്കുക. കുറച്ച് നന്നായിട്ട് വറുത്തെടുത്ത് കഴിയുമ്പം ഇത് ഈ ഒരു പരുവത്തിൽ കിട്ടും. അപ്പോൾ അതിന് ശേഷം അതിനെ എടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് അതിനെ പൊടിച്ച് വെക്കണം കേട്ടോ. പിന്നെ ഈ വടക് ഉണ്ടാക്കാൻ വേണ്ടത് ചെറിയ ഉള്ളി, പിന്നെ കാന്താരി മുളക്, ചെറിയ ജീരകം, പിന്നെ വെളുത്തുള്ളി. ഇത്രയും സാധനമാണ് നമുക്ക് ഈ വടക് ഉണ്ടാക്കാൻ വേണ്ടത് കേട്ടോ. അപ്പോൾ ഈ സാധനം കൂടി എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ടൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ മറ്റേ ഇതില്ലേ ചുണ്ടങ്ങിയില്ലേ, അതിനെ എടുത്തിട്ട് ഇതേപോലെ തന്നെ മിക്സിയിൽ അരച്ചും ഇതും പേസ്റ്റ് രൂപത്തിൽ തന്നെ ആക്കിയെടുക്കുക. എന്നിട്ട് അതും ഈ നമ്മൾ ആദ്യം അരച്ച് വെച്ചതിലോട്ട് ചേർത്ത് വെക്കുക, മിക്സ് ആക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. എന്നിട്ടിട്ട് കുഴക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച അരിപ്പൊടിയില്ലേ, വറുത്ത് വെച്ച അരിപ്പൊടിയില്ലേ, അത് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കേണ്ട പരുവം എന്ന് വെച്ചാൽ നമ്മൾ ഈ അരിയുണ്ടയൊക്കെ ഉണ്ടാകില്ലേ, ആ ഒരു പരുവത്തിലാണ് അരച്ച് എടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഉരുട്ടി എടുത്തിട്ട് ഒരു മുറത്തിലോട്ട് ബാക്കി ഒരു അരിപ്പൊടി വെച്ചിട്ട് ഈ ഉരുട്ടി എടുത്തതിനെ ആ മുറത്തിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം ഇതേപോലെ തന്നെ ഉരുട്ടി എടുത്ത് ഇട്ട് കൊടുക്കുക. ഒത്തിരി വലിപ്പമൊന്നും വേണ്ട. ഒരു ചെറിയൊരു കുഞ്ഞ് നാരങ്ങയില്ലേ, ഒരു നെല്ലിക്കയുടെ വലിപ്പം, അത്രയും മതി കേട്ടോ. ഇത്ര ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വടുവിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ശേഷം നമ്മൾ ഈ ഉരുട്ടി വെച്ച ഉരുളയുണ്ടല്ലോ, അത് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കുക. ഒരു 3-4 ദിവസത്തെ വെയിൽ കൊള്ളേണ്ടി വരും. അങ്ങനെയും കൂടി ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊണ്ടാട്ടം റെഡിയായി കഴിഞ്ഞു കേട്ടോ. പിന്നെ ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ വറുത്ത് കഴിക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെയും ബായ്.